ഇന്ത്യയിൽ നിന്നും 100-ലധികം സെലിബ്രിറ്റികൾ പങ്കെടുത്ത ഒരു ഗ്രാൻഡ് ഇവന്റ്. ഇവർക്ക് വേണ്ടി ഇവിടെ ഒരുക്കി വെച്ചിരുന്നതോ 100-ലധികം വിഭവങ്ങളും, കൂടാതെ ഇന്ത്യയിൽ നിന്നും വിദേശത്ത് നിന്നുള്ള ഒട്ടുമിക്ക ബിസിനസ്സുകാരും. ഇവരെല്ലാം എത്തിയിരിക്കുന്നത് നമ്മുടെ മലബാർ ഫൈസലക്കയുടെ ഹൗസ് വാമിങ്ങിനാണേ. നല്ല മീശ ഉണ്ടല്ലോ. താങ്ക് യു സോ മച്ച്. ലാലേട്ടൻ മീശ വിരിക്കുന്നവരൊന്ന് വിരിച്ചു കാണിച്ചു കൊടുക്കും. ഒറ്റപ്പാലം റോയൽ കാറ്ററിംഗ്. അതെ, സെലിബ്രിറ്റി ഇവന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഫുഡ് പാർട്ട്ണർ. നമ്മൾ പാലക്കാട്ടുകാരുടെ അഭിമാനവും നാഷണൽ ലെവലിൽ മാത്രമല്ല അങ്ങ് ഇന്റർനാഷണൽ ലെവലിൽ വരെ ഫംഗ്ഷൻസ് നടത്തി എല്ലാവരുടെയും ടേസ്റ്റ് ബഡ്സിനെ ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒറ്റപ്പാലം റോയലിനെ തന്നെയാണ് ഫൈസലിക്ക ഇന്നത്തെ ഈ ഒരു മെഗാ ഇവന്റിന്റെ കലവറ ഏൽപ്പിച്ചിരിക്കുന്നത്. ഏറ്റെടുക്കുന്ന ഫംഗ്ഷൻ ഏതാണെങ്കിലും പ്രിപ്പയർ ചെയ്യുന്ന ഫുഡും സെർവ് ചെയ്യുന്ന രീതിയും മാത്രമല്ല, ഇരുന്ന് കഴിക്കുന്ന ആംബിയൻസിനും ഒരു റോയൽ ടച്ച് വേണം എന്നുള്ളത് ഒറ്റപ്പാലം റോയലിന് നിർബന്ധമാണ്. എത്ര വലിയ മെനു ആണെങ്കിലും ഇവിടെ തന്നെ 100-ലധികം സ്പ്രെഡ് ഉണ്ട്. എന്നിട്ട് പോലും ഗസ്റ്റ് വരുന്നതിന്റെ 15 മിനിറ്റ് മുന്നേ തന്നെ റെഡി ടു സെർവ് ആണ്. സെലിബ്രിറ്റീസും ബിസിനസ്സുകാരും മാത്രമല്ല, ഫൈസലിക്കയുടെ ഫ്രണ്ട്സും ഫാമിലിയും അങ്ങനെ വന്ന ഓരോരുത്തർക്കും അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ എത്തിക്കാനും കഴിച്ച ശേഷം ഫുഡിന്റെ റിവ്യൂ ചോദിക്കാനും ഒറ്റപ്പാലം റോയൽ കാറ്ററിംഗ് അനീസ്ക മറന്നില്ല. പലതരം ആളുകളും പലതരം ടേസ്റ്റ് ബഡ്സും, പക്ഷെ എല്ലാവർക്കും ഒരേ അഭിപ്രായം. ഞാൻ കേറുന്നപ്പോ തന്നെ റോയൽ കാറ്ററിംഗ് ഫുഡ് കണ്ടപ്പോഴത്തേക്ക് എന്തായാലും കഴിക്കാതെ പോയില്ല തീരുമാനിച്ചു. അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് മാനേജ്മെന്റ് ആണ്. ഞാൻ ബീഫ് റിബ്സ് കഴിച്ച് വയറ് നിറച്ചു. നല്ലായിരുന്നു. മട്ടൻ ബിരിയാണി സൂപ്പറായിരുന്നു. മട്ടൻ ബിരിയാണി വാസ് വെരി യം. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. അംഗം കുറച്ചത് തന്നെ മട്ടൻ ബിരിയാണി. മട്ടൻ ബിരിയാണി ഫേവറേറ്റ്. ഫുഡ് അടിപൊളി. രാത്രിയിൽ സാധാരണ ഞാൻ ബിരിയാണി കഴിക്കാത്ത ആളാണ്, പക്ഷെ റോയലിന്റെ അതിന്റെ പേരിൽ രാത്രിയിലും ബിരിയാണി കഴിച്ചു. റിയലി സൂപ്പർ. ഉഷാറായിരുന്നു. നൈസ് ഫുഡ്. ഈവൻ ഫുഡിനേക്കാളും കൂടുതൽ നൈസ് സർവീസ്. ഫുഡിനെ കുറിച്ച് ഇനി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നല്ലായിരുന്നു. ഞാൻ കുറെ എണ്ണം കഴിക്കുന്നില്ല. ബാസ ഫിഷും ആയിക്കോറ കഴിച്ചില്ലേ? കുറെ കഴിച്ചു. നിങ്ങളുടെ ബെസ്റ്റ് എന്ന് പറയുന്ന മട്ടൻ ബിരിയാണി. മസ്റ്റ് ട്രൈ എപ്പോഴും ബിരിയാണിയാണ്. ചിക്കനും മട്ടനും കഴിച്ചു. ഹാപ്പി. വളരെ നല്ലായിരുന്നു. നല്ല ഭക്ഷണമായിരുന്നു. ഇന്ന് ഐ റിയലി ലൈക്ക് ദ പൊറോട്ട ആൻഡ് ഐ ഹാഡ് ദ കാന്താരി ചിക്കൻ. അടിപൊളി ഫുഡായിരുന്നു. ഒറ്റപ്പാലം റോയലിന്റെ ഫുഡ് അടിപൊളി ഫുഡായിരുന്നു. സർവീസും എന്നെ ശരിക്കും എല്ലാ ഫുഡും നന്നായിട്ട് ഹാർട്ട് സ്റ്റോൾ ചെയ്തിട്ടുണ്ട്. ഇത്രയധികം റിവ്യൂസ് കേട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കൺട്രോൾ പോകും. ഇന്നത്തെ താരം ഈ കാണുന്ന ബീഫ് റിബ്സ് ആയിരുന്നു. പക്ഷേ ഒറ്റപ്പാലം റോയലിന്റെ സിഗ്നേച്ചർ എന്ന് പറയുന്നത് അന്നും ഇന്നും എന്നും ആ ഒരു മട്ടൻ ബിരിയാണി തന്നെയാണ്. നിങ്ങളുടെ ഫംഗ്ഷൻ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിനൊരു പ്രീമിയം ടച്ച് വരാൻ ഒറ്റപ്പാലം റോയലിനെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഇതാണ്. വരുന്ന ഗസ്റ്റിന് അവർക്ക് ഫുഡ് കൊടുത്ത് ആ ഫുഡ് കൊടുക്കുന്നതിലൂടെ സ്നേഹത്തിലൂടെ വിളമ്പി അത് കഴിച്ചിട്ട് അവരെ മനസ്സ് സന്തോഷിക്കുന്ന ഒരു നിമിഷമുണ്ട്. അതില് പിന്നെ ഭക്ഷണത്തിൽ ഒരു കുറവും വരുത്താണ്ട് വളരെ ഭംഗിയായി ചെയ്ത നമ്മള് റോയൽ കാറ്ററിംഗിന് ബിഗ് സല്യൂട്ട്.